കൗൺസിലറായിരുന്നു. ഒറ്റൊരുമ അറിയുന്ന കുടുംബമാണോ? അതെ അതെ. 2005 19 ഞാൻ അവിടെ കൗൺസിലറായിരുന്നു, 10 വരെ. എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു കുടുംബമാണ്. കുട്ടികൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് അറിയാവുന്നതാണ്. നല്ല അടുപ്പമുള്ളൊരു ഫാമിലിയാണ്. വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിലുള്ള? ഇല്ലില്ല, അവര് വളരെ ക്വയറ്റ് ഫാമിലിയാണ്. അദ്ദേഹത്തിന്റെ തുച്ഛമായ വരുമാനത്തിൽ ഒതുങ്ങിക്കൂടി ജീവിച്ച ഒരു കുടുംബമാണ്. അവർ ഭയങ്കര ഇന്റിമസിയാണ് ഫാമിലി. പപ്പയും അമ്മയും കൊച്ചുങ്ങളും നല്ല ഇന്റിമസി ഉള്ള ഒരു ഫാമിലിയാണ്. അവരൊരുമിച്ച് പള്ളിയിൽ പോകും, ഒരുമിച്ച് എപ്പോഴും ഒരുമിച്ചുണ്ടാവും എല്ലാവരും. ഭയങ്കര ഷോക്കായപ്പോ എനിക്ക് കേട്ടപ്പോ സഹിക്കാൻ. കാര്യം 3 ദിവസം മുമ്പ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്റെ അടുത്ത് വന്നു. ഇവരുടെ കുറെ അധികം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കേട്ടപ്പോ ഭയങ്കര, ഇങ്ങനൊരു സംഭവം നടക്കേണ്ട ഒരു വീടല്ല. അപ്പൊ അതിന്റേതായ ഒരു ഷോക്ക് ഭയങ്കരമായിട്ടുണ്ടായി. ഈ പോലീസ് ഇപ്പോൾ പറയുന്നത് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഒരു ഇഷ്ടമൊക്കെ തോന്നുമല്ലോ. അതിന്റെ പേര് കൊലപാതകം അല്ലല്ലോ. അവസാനം അവർക്ക് നല്ലതെന്ന് തോന്നുമ്പം തിരിച്ചറിയാൻ പറ്റുന്ന സമയത്ത് തിരിച്ചറിവില് ഒരു മാറ്റം സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ. അതിന് ഇങ്ങനൊരു ഇത്രയും ദാരുണമായ 21 വയസ്സുള്ള ആൺകുട്ടി എന്ന് പറഞ്ഞാൽ എത്രയോ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഒരു കുട്ടിയാണ്. ആ പിതാവിനാണ് ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള ആളാണ്. ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കുട്ടിക്കൊരു ജോലി ആകുന്നതുവരെ ഈ മകള് സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് അവർക്ക് ഉറപ്പായിട്ടുമുണ്ട്. ഈ പെൺകുട്ടി അവരെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അത്ര നല്ല പെൺകുട്ടിയാണ്. അച്ഛനും അമ്മയും സഹോദരനെയും കരുതലോടെ നോക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് പെൺകുട്ടി ഒരു നല്ല കുട്ടിയാണെന്ന് ഒരു അമ്മയെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുള്ളൂ.